കാത്വേന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യം, അതോടൊപ്പം ഇടതുപക്ഷ പ്രവർത്തകനും കൂടി ആയിട്ടുള്ള നമ്മളുടെ സത്താർ നെന്മേനി സാറിന്റെ വീട്ടിലാണുള്ളത്. സത്താർ നെന്മേനിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോരോ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ മുഖം കണ്ട് വയനാട്ടുകാർക്കെല്ലാം സുപരിചിതനായ സുൽത്താൻ ബത്തേരിയുടെ സുൽത്താനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, പൊതുപ്രവർത്തന രംഗത്ത് പണ്ട് മുതൽ നമ്മളെ വർഗീസ് വൈദ്യർ സാർ മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകരിൽ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം അവരുടെ ജീവിത ശൈലിയും ജീവിതത്തെ അവര് സമൂഹത്തോടൊപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അത്തരത്തിൽപ്പെട്ട നമ്മളുടെ ഇടതുപക്ഷ സഹയാത്രികനും നേരത്തെ പറഞ്ഞ പോലെ പൊതുപ്രവർത്തകനുമായ സത്താർഖാനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. എന്നിരുന്നാലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് സംസാരിച്ചു പോവാണ്. സത്താർഖാൻ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഒരു പൊതുപ്രവർത്തകൻ ആയില്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? ഒന്ന് വിശദീകരിക്കാമോ? പൊതുപ്രവർത്തകൻ ആയില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അധ്യാപകനായിരുന്നു. കുറേ കാലം ഗസ്റ്റ് ലെക്ചറൊക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഒരു എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് ആ മേഖലയിലായിരിക്കും എൻ്റെ പ്രവർത്തനം ഉണ്ടാവുക. അപ്പം മറ്റേതെങ്കിലും ഈ ചെറുകിട വ്യവസായം പോലെയുള്ള യൂണിറ്റുകളിലും കുറച്ച് കൂടുതൽ സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് PK സത്താർ എന്നാണ്. ഞാൻ ഇപ്പോൾ പൊതുരംഗത്ത് ആണ് പൊതുവായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. നേരത്തെ ഈ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നെന്മേനി പഞ്ചായത്തിലെ 3-ാം വാർഡിലാണ് ഇപ്പോൾ നമ്മൾ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, മെമ്പറായിരുന്നു. ഇപ്പോൾ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. കൂടാതെ കാര്യമായി പ്രവർത്തിച്ചു വരുന്നത് ലൈബ്രറി കൗൺസിൽ രംഗത്താണ്. ഗ്രന്ഥശാല പ്രവർത്തകനാണ്. സുൽത്താൻ ബത്തേരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. ഒപ്പം വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. കൂടാതെ പൊതുരംഗത്ത് ന്യൂസ് പേപ്പർ ഏജൻറ്റ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ ജനറൽ സെക്രട്ടറിയുമാണ്. സജീവമായി സാമൂഹ്യ മറ്റ് സാംസ്കാരിക സംഘടനകളും പ്രവർത്തിച്ചു വരികയാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്, CPIM-ൻ്റെ പ്രവർത്തകരാണ്. കൂടാതെ ഒരു ചെറുകിട വ്യവസായ യൂണിറ്റും നടത്തി വരികയാണ്. ഏതാണ്ട് 40-45 ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പൊതുജീവിതത്തിനിടയിലും ഉപജീവനത്തിലുള്ള മാർഗം ഈ ചെറുകിട വ്യവസായ യൂണിറ്റാണ്. സുഹൃത്തുക്കളെ, നമ്മൾ സത്താർഭായിന്റെ വീടിന്റെ ഉള്ളിലാണുള്ളത്. പൂമുഖത്ത് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ചായയൊക്കെ തന്നു സത്താർക്ക. അടിപൊളി കടി, നല്ല ബാജി, അതിന്റെ ചമ്മന്തി സൂപ്പർ. അപ്പം സത്താർക്ക ആരൊക്കെയാണെന്ന് പറയൂ. ഇത് നൗഷിദ ഭാര്യ, സനാമറിയം മകള്, ഇളയ മകൻ അയാൻ, അവരാണത്. സനാമറിയം എന്ത് ചെയ്യുന്നു? BSc മാത്സ് സ്റ്റുഡന്റ്. എവിടെ? ക്രിസ്ത്യൻ കോളേജ് കാലിക്കറ്റ്. അയാനാണോ ഹയാനാണോ? അയാൻ. വേർഡ് മീനിങ് അറിയോ? എന്താ? യെസ്, ഗുഡ്. അല്ലേ? ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഓക്കെ, വെരി ഗുഡ്. എന്താ ചെയ്യുന്നു മോൻ? ഞാനിപ്പോ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ലേക്ക്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ ബത്തേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ. എന്തൊക്കെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് സ്കൂളിൽ? സ്പോർട്സ്, ഗെയിംസ്, ഇൻസ്ട്രുമെന്റ്സ്, ഡ്രോയിങ്, എന്തൊക്കെയാണ്? ഒന്നുമില്ല. ഫുട്ബോൾ കളിക്കും. യെസ്, വെരി ഗുഡ്. അത് മതി, ഒന്ന് മതി. കുറെ എണ്ണം കൊണ്ടുവന്നതിനെങ്കിലും നല്ല ഒന്ന് മതി. ഫുട്ബോൾ നന്നായി കളിക്കുവോ? ബെസ്റ്റ് പ്ലെയർ ഒക്കെ ആവുമോ? ഇല്ല, കളിക്കും. ക്രിക്കറ്റിനോട് താല്പര്യം ഉണ്ടോ? ഉണ്ട്. ചിത്രം വര, ഈ സ്കൂളിലെ പാഠ്യപദ്ധതിയിൽപ്പെട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് വരയ്ക്കൂലേ? ഇപ്പൊ അതൊക്കെ വരയ്ക്കൂലേ? ഇനി ഭാവിയിൽ റെക്കോർഡൊക്കെ വരയ്ക്കണം ഇഷ്ടം പോലെ. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് കൂടി ഈ ചെറുപ്പത്തിൽ നേടുകയാണെങ്കിൽ നല്ലതായിരിക്കും. സാറേ, അതേപോലെ തന്നെ പിന്നെ വൈഫിനെ കുറിച്ച് പറഞ്ഞു, പേര് മറന്നുപോയി. നൗഷിത. ഓക്കെ, എന്ത് ചെയ്യുന്നു? വീട്ടിൽ തന്നെ. 3 മക്കളുള്ളത് കൊണ്ടും പിന്നെ ഭർത്താവ് ഈ സമയം പുറത്തായതുകൊണ്ടും കാര്യസ്ഥയാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? ഇല്ല. അതെന്താ? അതോ കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ഉള്ളത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പൊതുപ്രവർത്തനം കഴിഞ്ഞിട്ട് ആളിവിടെ എത്തിക്കഴിഞ്ഞാൽ ആള് എല്ലാത്തിനും സഹായിക്കും. മക്കളൊക്കെ അടുക്കള പണി ചെയ്യും. അത്യാവശ്യം പാചകമൊക്കെ ചെയ്യും അല്ലേ? നല്ല മോന് നന്നായി ജ്യൂസ് ഉണ്ടാക്കും. പിന്നെ എനിക്ക് വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയും പുറത്തൊക്കെ പോയാല് അവൻ എന്താ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞാല് അവൻ ആയിക്കോളും. എല്ലാം ചെയ്യും.
അതുകൊണ്ട് പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഈ പൊതുപ്രവർത്തനത്തിന് ഹസ്ബൻഡ് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ കുടുംബഭാരം തന്നിലേക്ക് മാത്രമായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തു? ഇതുവരെ ഇല്ല. ഓക്കെ. അപ്പം ഹസ്ബൻഡ് പിന്നെ അങ്ങനെ പോകുന്നു വരുന്നു, അതിൽ നമുക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല? ഇതുവരെ ഇല്ല. കാരണം എന്ന് വെച്ചാല് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴത്തേക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ എത്തും, ഞങ്ങളെ കൂടെ ഉണ്ടാവും. പിന്നെ എവിടെ പോണെങ്കിലും ഇപ്പൊ കൽപ്പറ്റ മീറ്റിംഗ് ഉണ്ടെങ്കിൽ എന്നോട് തലേന്ന് പറയാം, നമുക്ക് വീട്ടിൽ പോണോ, ഇന്ന് മീറ്റിംഗ് ഉണ്ട്, നാളെ രാവിലെ റെഡി ആയിക്കോ, എന്നാലും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിന്നെ കൂട്ടിട്ട് വരാം. അങ്ങനെ എവിടെയാണെങ്കിലും. പിന്നെ അതിന്റെ ഇടയിൽ ലീവ് എടുത്ത് ഞങ്ങൾ ടൂറും പുറത്തൊക്കെ രാജ്യങ്ങൾ കാണുമ്പോൾ ഒക്കെ ഉണ്ട്. പിന്നെ മക്കള് എന്റെ ഉമ്മാന്റെ അടുത്ത് ആക്കിയിട്ട് അവര് കറങ്ങും. ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് രാഷ്ട്രീയം ആയാലും ഇനി ബിസിനസ് ആയാലും ഇതുവരെ വീട്ടിൽ ഇതുവരെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. അത് നല്ലൊരു അനുഗ്രഹമാണ്. അപ്പൊ വെൽ പ്ലാൻഡ് ആണ് ആള് അല്ലേ? എല്ലാം ഒരുപോലെ പാരലായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. വീട്ടിൽ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ഇതുവരെ പുറത്തു പോയിട്ട് വാങ്ങിയിട്ടില്ല. എന്തിനാണെങ്കിലും ഇക്ക വരുമ്പോ ഒഴിവുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് വരണേന്ന് ഫോൺ ചെയ്താല് അത് വാങ്ങിയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് 7 മണിക്ക് വന്നിട്ട് പിന്നെ ഞങ്ങളെ കൂട്ടിയിട്ട് എല്ലാരും കൂടെ പുറത്തു പോയി ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരും. ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകും. അല്ലെങ്കിൽ ഈ ആനിമൽസ് ഇല്ലേ, മറ്റേ മുത്തങ്ങ കാട്, അതൊക്കെ രാത്രി ഒരു 7 മണി 7:30 ആകുമ്പോൾ ഫുഡും കഴിച്ച് എല്ലാരും കൂടെ വണ്ടി എടുത്ത് ഒന്ന് കറങ്ങി. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇക്ക പുറത്ത് പോയിട്ടൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, ഒരുപാട് വായിക്കുന്ന ആളാണ്, എഴുതുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഒരു അനുഭവം ഒരു സഹധർമ്മിണി എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യമാണ് ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ. കാരണം അതിൻ്റെതായ മാറ്റങ്ങളും വീട്ടിലുണ്ട്. പിന്നെ നമ്മള് ആണെങ്കിലും നമ്മളെ കൂട്ടി പോകുന്നതുകൊണ്ട് പല രാജ്യങ്ങൾ കാണാനും അതിനെപ്പറ്റി അനുഭവിച്ചറിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്നാണെങ്കിലും ടൂറ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ആലപ്പുഴ അങ്ങനെ മക്കളൊക്കെ കൂട്ടിയിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുള്ള ഇതിനേക്കാളും കൂടുതലും ഫാമിലി ആയിട്ടാണ് പരമാവധി പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. അത് പിന്നെ വായന ഇതൊക്കെ അത് ഇവിടെ തന്നെ മക്കൾക്ക് വായിക്കാനും സൗകര്യം ചെയ്തിട്ടുണ്ട്. ലൈബ്രറി ഞങ്ങൾ കണ്ടു, മനോഹരമായിട്ടുള്ള ലൈബ്രറിയാണ്. അങ്ങനെ അതുകൊണ്ട് പിന്നെ അതിന്റെ ഭാഗമാണെങ്കിലും എന്താണെങ്കിലും പുറത്തു പോയാലും ഞങ്ങളും കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇതുവരെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് സുൽത്താൻ ബത്തേരിയിലെ അസംഷൻ സ്കൂളിലാണ്. തുടർന്ന് സുൽത്താൻ ബത്തേരി സർവജന ഹൈസ്കൂളാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. തുടർന്ന് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലും കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലുമായി ഡിഗ്രി വിദ്യാഭ്യാസവും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. പിന്നീട് കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തു. തുടർന്ന് ലാൽ ബഹദൂർ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് PG ഡിപ്ലോമയും എടുത്തു. അതിനുശേഷമാണ് ഞാൻ കോളേജുകളിൽ, പ്രത്യേകിച്ചും മീനങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയവയിൽ ഗസ്റ്റ് ലെക്ചറായി ദീർഘകാലം ജോലി ചെയ്തു. പിന്നീടാണ് അന്ന് തൊട്ടേ പഠനകാലം തൊട്ടേ എഴുത്തിൻ്റെ വാസന ഉണ്ടായിരുന്നു. പഠനകാലത്ത് തന്നെ നിരവധി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ കോളേജിനെ പ്രതിനിധിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ നടത്തിയ സദ്ഭാവന പ്രബന്ധ രചനാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭ്യമാക്കുകയും തിരുവനന്തപുരത്ത് അന്നത്തെ മന്ത്രി പന്തളം സുധാകരനിൽ നിന്ന് സമ്മാനം ലഭിക്കുകയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ അന്ന് പഠനകാലത്ത് ഒരു ജില്ലയിൽ നിന്നും ഒരു കുട്ടിയെ തെരഞ്ഞെടുത്ത് ഭാരത് ദർശൻ എന്ന ഒരു പരിപാടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അതായത് കോളേജുകളിൽ നിന്ന് ഒരു ജില്ലയിലെ ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിയെ തിരഞ്ഞെടുത്ത് ഇന്ത്യ മുഴുവൻ 29 ദിവസം പൂർണ്ണമായും കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിലേക്ക് വയനാട് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഓർമ്മ ഒപ്പമുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാജസ്ഥാനിൽ വെച്ച് നടന്ന 2 ദിവസത്തെ ക്യാമ്പിൽ, അതിനോടൊപ്പം നടന്ന ഒരു ക്യാമ്പിൽ, ഒരു ഓൾ റിലിജിയൻ കോൺഫറൻസിൽ അന്നത്തെ രാജസ്ഥാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും പിന്നീട് ഉപരാഷ്ട്രപതിയുമായി മാറിയ ഭൈരോൺ സിംഗ് ഷെഖാവത്തിനൊപ്പം നമുക്ക് വേദി പങ്കിടാൻ കഴിഞ്ഞ ഒരു നല്ല ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ അത്തരം പൊതുപ്രവർത്തനത്തിൻ്റെ നല്ല ഓർമ്മകൾ, ആ ഒരു ശീലം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കൂടാതെ പൊതുരംഗത്തും അന്നോട്ടെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. വിവിധ ക്ലബ്ബുകളിലും ഒക്കെ സജീവമായി പ്രവർത്തിച്ചു. പിന്നെ ഇടക്കാലത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്തത്. വീണ്ടും പൊതുരംഗത്തേക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കും പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും ഏറ്റവും സജീവമായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ പൊതുപരിപാടികളിൽ എല്ലാ ദിവസങ്ങളിലും പൊതുപരിപാടികൾ പങ്കെടുക്കുന്ന ഒരു രീതിയിലേക്ക് എൻ്റെ സാമൂഹ്യ ജീവിതം, പൊതുജീവിതം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ കുടുംബം, ഭാര്യ നൗഷിത,
കമ്പളക്കാട് സ്വദേശിനിയാണ്, വീട്ടമ്മയാണ്. മക്കൾ 3 പേരാണ്. മൂത്തവൻ അനസ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഡിഗ്രി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയറാണ്. മകൾ സനാമറിയം കോഴിക്കോട് കോളേജിൽ, മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഇപ്പോൾ BSc മാത്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകൻ അയാൻ, അവന് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ സുൽത്താൻ ബത്തേരിയിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നെന്മേനി പഞ്ചായത്തിലെ 3ാം വാർഡിൽ നിന്നാണ് ഞാൻ ആദ്യമായി 2005 നെന്മേനി ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഗ്രാമപഞ്ചായത്ത് അംഗമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ അമ്പുകുത്തി ഡിവിഷനിൽ നിന്ന് ഈ 6 വാർഡുകൾ, പുത്തക്കുന്ന് മുതൽ കൊളകപ്പാറ വരെയുള്ള അമ്പലവിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന 6 വാർഡുകൾ ഉൾപ്പെടുന്ന അമ്പുകുത്തി ഡിവിഷനിൽ നിന്ന് സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തിച്ചു വരികയാണ്. പൊതുരംഗത്ത് മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ നൽകുന്നുണ്ട്. ആ അനുഭവങ്ങളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുമ്പോൾ ഈ അനുഭവങ്ങൾ വലിയ കരുത്തായി നമുക്ക് മാറുന്നുണ്ട്. അതിലൊരനുഭവം മഹാരാഷ്ട്രയിലെ വാദ്രയിൽ വെച്ച് ഞങ്ങൾ ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ്റെ ദേശീയ സമ്മേളനം നടക്കുകയാണ്. എത്രയോ വർഷങ്ങളായി, കഴിഞ്ഞ 10-25 വർഷങ്ങളായി ഞാൻ അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. കഴിഞ്ഞ 2.5 വർഷങ്ങളായി അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായി. അപ്രതീക്ഷിതമായി ആ സമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും അവിടെ വെച്ച് അവർ നൽകിയ ഒരു വിശേഷമായ ഒരു സ്വീകരണം, വലിയ രൂപത്തിൽ ഈ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കിരീടങ്ങളൊക്കെ അണിയിച്ച് മാലകളൊക്കെ ഇട്ട് നൽകിയ അവരുടേതായ ആചാര രീതികളോട് നൽകിയ ഒരു വലിയ സ്വീകരണം ഉത്തരേന്ത്യയിൽ നൽകി. ആ സ്വീകരണം മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. മറ്റൊന്ന്, എൻ്റെ ആദ്യമായി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് പഞ്ചായത്തിൽ പോയതിനു ശേഷം ഞാൻ ഈ വീടുകളിങ്ങനെ സന്ദർശിച്ച് വരുമ്പോൾ എൻ്റെ വാർഡിൽ അന്ന് ഒരു വിധവയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ അവരുടെ 2 ചെറിയ കുട്ടികൾ മാത്രമാണുള്ളത്. അപ്പോൾ പുറമേ നിന്ന് ഞാൻ ഈ ഇതൊക്കെ മത്സരമൊക്കെ കഴിഞ്ഞ് വിജയിച്ച് വരുമ്പോൾ അവരെനിക്ക് 2 മിഠായി കൊടുത്തിട്ടുണ്ട് റോട്ടിൽ വെച്ച്. മത്സരം കഴിഞ്ഞ് ഇങ്ങനെ ഈ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി വരുമ്പോഴും അവരെനിക്കൊരു മാല ഇട്ടിരുന്നു. ഏതാണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം അവരെന്നെ കാണാൻ വന്നു. എൻ്റെ വീടൊന്ന് കാണാൻ വരണം, എൻ്റെ കുടി കാണാൻ വരണം. അപ്പോൾ ഞാൻ അവരുടെ വീട് കാണാൻ പോയി. വയലിലാണ് ചെന്നപ്പോൾ കണ്ടത്, ഞാൻ അവരെക്കുറിച്ചുള്ള എല്ലാ ധാരണയും, നമ്മൾ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ ധാരണയും മാറിപ്പോയത് അന്നാണ്. കാരണം ഉള്ള വസ്ത്രം നല്ലോണം അലക്കി വെളുപ്പിച്ച് ഉള്ളത് അയൽപക്കത്ത് ഇസ്തിരിപ്പെട്ടി വാങ്ങി ഇസ്തിരിപ്പെട്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ കാണുന്നത്, ഞാൻ അവരെ കുറിച്ച് വിചാരിച്ചിരുന്നത് നല്ല അഠിത്തമുള്ള സ്ത്രീയായിരുന്നു, കുറച്ച് പണമൊക്കെയുള്ള സ്ത്രീയായിരിക്കുന്ന. യഥാർത്ഥത്തിൽ ഞാൻ വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞു. എൻ്റെ കുടിയിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര ഗൗരവത്തോടെ ഞാൻ ചെയ്ത് അവിടെ അവർ നല്ല വീടായിരിക്കും വെച്ചിട്ടാണ് പോയത്. പക്ഷേ കണ്ട ഒരു കാഴ്ച, ആ വീട്ടിൽ ഈ ടൗണിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ 4 സൈഡും മറച്ച് വെച്ചിട്ട് മുകളിൽ ഈ ചാക്ക് ഷീറ്റ് എന്ന് പറയും, നമ്മളെ പഴയ ആസ്പെറ്റോസ് അല്ലാത്തൊരു ചാക്ക് ഷീറ്റുണ്ട്. ഈ കവുങ്ങ് വെട്ടിയിട്ട് ചാക്ക് ഷീറ്റ് ഇട്ട് വെച്ച അതിലാണ് ഈ 2 മക്കളും ഈ ഉമ്മയും അതിലിങ്ങനെ താമസിച്ച് വരുന്നത്. അന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. ഈ അടിയിൽ നിന്ന്, ഈ കുട്ടികൾ കിടക്കുന്നിടത്ത് അടിയിൽ നിന്ന് ഞണ്ട് തുളച്ചിട്ട് മുകളിലേക്ക് കയറി വരുന്നു. ഞാൻ വലിയ പ്രതീക്ഷയോടെ ഇവരുടെ ഈ വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോൾ നല്ലോണം അലക്കി തേച്ചിട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച് ഇവരൊക്കെ വലിയ നിലയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഈ കണ്ട കാഴ്ച വല്ലാതെ അന്ന് ഒരിക്കലും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം മറക്കാൻ കഴിയാത്തതാണ്. ഞാൻ കണ്ട കാഴ്ച വലുതാണ്. ഞാൻ അത് തന്നെ ആദ്യമായിട്ട് എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ ഏർപ്പെട്ടതും അവർക്കൊരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ്. ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്നത്തെ എൻ്റെ എല്ലാ സാധ്യത ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിന് വീട് പാസ്സാക്കി മറ്റ് പൊതുപ്രവർത്തകരുടെ ഒക്കെ സഹായത്തോടെ അവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തു. ഈ അടുത്ത കാലത്ത് ആ കുട്ടിയുടെ, അവരുടെ ചെറിയ മോളുടെ, അന്ന് ചെറിയ കുട്ടിയാണ്, മോളുടെ കല്യാണം കഴിച്ചു. അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ്. പല വ്യക്തികളും നമ്മൾ ഈ കാണുന്ന പോലെ നല്ല, അവരുമായി അടുത്തിടപഴകുമ്പോൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെ മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസം നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ എത്രയോ ആൾക്കാരെങ്ങനെ ചേർത്ത് പിടിച്ച് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു ലോട്ടറി അടിക്കുന്ന സംതൃപ്തി, മറ്റൊന്നുമല്ല. നമുക്കൊരു നിധി കിട്ടുന്ന സംതൃപ്തിയാണ്. അവരുടെ വീട്ടിൽ കൂടുതൽ എനിക്ക് നിധി കിട്ടുന്ന ഒരു സംതൃപ്തിയാണ് നമുക്ക് കിട്ടിയത്. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ച ഏറ്റവും വലിയ സംതൃപ്തി ഏതാണെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് അനുഭവങ്ങൾ, ഇങ്ങനെ 2-3 അനുഭവങ്ങൾ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായി എൻ്റെ മുമ്പിലുണ്ട്. നമ്മളെ വയനാട്ടിൽ ഇപ്പം കൃഷി ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിൽ വ്യാപൃതനാണോ? ഞങ്ങൾ ഒരു പരമ്പരാഗത കൃഷിക്കാരാണ്. ബാപ്പ കൃഷിയാണ് മെയിൻ, നല്ല കൃഷിക്കാരനാണ്. അപ്പോൾ അന്നത്തെ ഈ കുടിയേറ്റത്തിന് വന്നപ്പോൾ അവർക്ക് കൃഷി മാത്രമാണല്ലോ ഉപജീവനം ഉണ്ടായിരുന്നത്. ഇത് തന്നെ ഞങ്ങളൊരു 10 ഏക്കർ ഭൂമി ഇങ്ങനെ ഈ
നെന്മേനി പഞ്ചായത്ത് ഏറ്റവും നല്ല കൃഷിക്കാരനായിട്ട് പാപ്പനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൃഷിയിലായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലമൊക്കെ അതിലാണ്. ഞങ്ങൾ ഈ സ്കൂളിലേക്ക് പോകണമെങ്കിൽ അന്ന് ഈ സർവജന സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ ഷിഫ്റ്റാണ് സ്കൂൾ. 11:30 മണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഞങ്ങളൊരു 10:45 വരെ ഞങ്ങൾ ഈ വരമ്പിലും ചെളിയിലും ഞാറിടലും ഞാറ് പറിച്ച് നടലും അതുപോലെ ഇഞ്ചി നടലും മഞ്ഞൾ നടലും കാപ്പി പറിക്കലും ഉണക്കലും പിന്നെ പശുവും തൊഴുത്തും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതമാണല്ലോ. അപ്പോൾ കൃഷിയിലാണ് ഞങ്ങൾ വളർത്തത്. കൃഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അർത്ഥമില്ല, കൃഷി ഉണ്ട് സ്വാഭാവികം. അപ്പം ഈ കൃഷി സമയത്താണ് പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നത്. അപ്പം അന്ന് മണ്ണും ശരിക്കും വയനാടിൻ്റെ മനുഷ്യരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ അതെന്താ വെച്ചാൽ അതിൽ പിന്നെ അന്നത്തെ കൃഷിയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ രാവിലെ വയലിലേക്ക് ഇറങ്ങുന്നു, സ്കൂളിൽ പോകുന്നു വരെ അവിടെ കഞ്ഞി കുടിക്കുന്നു. നമ്മളിപ്പോൾ പിള്ളേരാണ് ഒന്നിച്ചാണ് കഞ്ഞി കുടിക്കുന്നത്, ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അവരെ വീട്ടിൽ നിന്നാണ് ചിലപ്പോൾ ഈ കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് നമ്മളെ വീട്ടിൽ നിന്നാണ് കഞ്ഞി വെച്ച് കൊണ്ടുവരിക, പൊഴിക്കൊണ്ടുവരിക. അതെല്ലാം കൂടി എല്ലാവരും കിട്ടുന്ന പാത്രത്തിൽ ഒന്നിച്ചിരുന്ന് ആ വയൽ വരമ്പിൽ കഴിച്ച നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു സംസ്കാരം ഇന്നില്ല. കൃഷീൻ്റെ ഒരു മെച്ചത. അന്നത്തെ കൃഷി ലാഭമല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം പത്തായം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വീട്ടിലുണ്ട്. പത്തായം ഞങ്ങൾ 2 പത്തായവും കൊമ്മയും നിറയ്ക്കുക. ഇതാണല്ലോ കൃഷിയുടെ ആദ്യത്തെ ലക്ഷ്യം. കൊമ്മ എന്ന് പറഞ്ഞാൽ പണ്ട് പറമ്പോട്ട് വളഞ്ഞു വെച്ചിട്ടുള്ള സാധനം കൊമ്മ. ഒരു 5 വട്ട കൊമ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ തട്ടുംപുറത്ത് തറവാട്ടിന്റെ തട്ടുംപുറത്ത് 5 വട്ട കൊമ്മയുടെ കൊമ്മ നിറയ്ക്കുക, 10,000 നിറയ്ക്കുക. അപ്പൊ ഒരു വർഷത്തേക്കുള്ള പട്ടിണിയില്ല. പിന്നെ അതാണ് പ്രാഥമിക ലക്ഷ്യം. അരിനെ കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നു. അപ്പൊ അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിൽപ്പനയും ലാഭവും ഒക്കെ നോട്ടുള്ളൂ. അത് ഉണ്ടാക്കാൻ പിന്നെ ഉടമസ്ഥൻ പിന്നെ കൃഷി പിന്നെ തൊഴിലാളി ഇവനൊന്നുള്ള നോട്ടൊന്നുമില്ല. എല്ലാവരും കൂടി ഒന്നിച്ച് പണിയെടുക്കുന്നു, ഒന്നിച്ച് അതിൻ്റെ കൂടെ നടക്കുന്നു. അത് വലിയ നല്ല ഓർമ്മ. ഈ ഒക്കലൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങാതെ പിന്നെ അന്ന് ആദ്യമൊക്കെ ഈ പോത്തിനെ കെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ നടത്തി കല്ലിപ്പോഴും ഇടും. ആ നിങ്ങളൊക്കെ കിടക്കുന്നു കല്ല് കൃഷിയില്ലല്ലോ. ഈ കല്ല് ഒക്കലിട്ടിട്ട് പിന്നെ കല്ലിട്ടിട്ട് പിന്നെയാണ് ട്രാക്ടറൊക്കെ വന്നത്. അതൊരു ആ ഒക്കലൊക്കെ നടക്കുമ്പോൾ ഉറക്കം ഒഴിഞ്ഞ് അതിൽ പുല്ലിൻ്റെ മുകളിൽ തലകുത്തി മറിഞ്ഞ് അത് ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയും ഗൃഹാതുരത്തൊക്കെ ഉണ്ടല്ലോ. അത് ഇന്നത്തെ ഈ പുതിയ ന്യൂജനൊക്കെ വല്ലാണ്ട് നഷ്ടപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ അവർ ഇങ്ങനെ അവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അന്നത്തെ പഴയ ജനറേഷൻ കിട്ടിയൊരു മെച്ചതാണ്. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും. എന്ത് പ്രതിസന്ധിയും അവർ പിന്നെ തരണം ചെയ്യും ലൈഫിൽ. ഇന്നത്തെ ഒരു പ്രശ്നം ഇവരിലേക്ക് ഇങ്ങനെ ഒതുങ്ങിപ്പോയിട്ട് ചെറിയ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പോലും അവർ തളർന്നു പോകും. ഞങ്ങളിവിടുന്ന് സർജന സ്കൂളിലേക്ക് 8 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടും, ഇങ്ങോട്ട് പോകും. ഇന്ന് ഇവിടുന്ന് 2 ബസ് കയറി 8 കിലോമീറ്റർ പോയാലും പിള്ളേർ, അത് മാത്രമല്ല സ്കൂൾ ബസ് ഈ മുറ്റത്ത് ഇവിടെ ഈ മുറ്റത്ത് ഇവിടം വരെ വരും. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചാറ്റിൽ കണ്ടാ മോനെ പനി. അന്ന് പെരും മഴയത്ത് നമുക്ക് ഒരു പ്രശ്നമില്ല. മഴയത്ത് വരും നടന്നു, ഒന്നും പനിയില്ല, ഒന്നുമില്ല. അതിൻ്റെ ഒരു മാറ്റമുണ്ട്. എന്തൊക്കെ പറഞ്ഞു. ഞാൻ കാര്യമായി ഗ്രന്ഥശാല പ്രവർത്തന രംഗത്താണ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വായനയുള്ള സമൂഹം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളിലൊക്കെ വായനാശീലം മൊബൈലിൻ്റെ ലോകത്തെ കുട്ടികൾ മാറിയിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും. അപ്പോൾ ഒരു വായനയുള്ള സമൂഹം ഉണ്ടാക്കുമ്പോൾ വായന നമ്മളെ അറിവിനെ തിരിച്ചറിവാക്കും, ബുദ്ധിയെ ബോധമുള്ളതാക്കും. അപ്പോൾ ഒരു വായനയുള്ള സമൂഹം ഉണ്ടായാൽ ആ കുട്ടികൾ വായന ഒരു ലഹരിയായിട്ട് മാറിയാൽ ആ കുട്ടികൾ മറ്റൊരു ലഹരിയുടെ പുറകിലേക്കും അവർ ഒരിക്കലും പോകില്ല. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഞങ്ങൾ ഈ സുൽത്താൻ ബത്തേരി താലൂക്കിൽ ഞാനതിൻ്റെ ഒരു നേതൃത്വത്തിൽ വന്നതിന് ശേഷം ലൈബ്രറികളുടെ എണ്ണം 49-ൽ നിന്ന് 102 ഇരട്ടിയിൽ കൂടുതലാക്കി ലൈബ്രറികളുടെ എണ്ണം മാറ്റി. ഇപ്പോൾ നമ്മുടെ നെന്മേനി പഞ്ചായത്തിൽ നിന്ന് 4 ലൈബ്രറികളുണ്ടായിരുന്നു. ഇപ്പോൾ 5 വർഷം കൊണ്ട് അത് 17 ലൈബ്രറിയായി. നമ്മൾ തൊട്ടടുത്തൊക്കെ ലൈബ്രറി, മാക്കുറ്റിയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ മംഗലംകാപ്പിൽ, മാടക്കരയിൽ, കോളിയാടിയിൽ, ആനിവയലിൽ, അമ്പുകുത്തിയിൽ, ഗോവിന്ദപൂല, ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ വരണം. ലൈബ്രറി വെറും വായനയുടെ കേന്ദ്രം മാത്രമൊന്നുമല്ല. അവിടെ ഈ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യുവജനങ്ങൾക്ക്, വയോജനങ്ങൾക്ക്. ഈ വായനശാലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പൊതു ഇടാണ്. അവിടെ എല്ലാവർക്കും വരാം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വരാം, കോൺഗ്രസിന്, കമ്മ്യൂണിസ്റ്റിന്, ലീഗിന്, മാർക്സിസ്റ്റിനും ഒക്കെ വരാം. കുട്ടികൾക്ക് വരാം, മുതിർന്നവർക്ക് വരാം, എല്ലാ ജാതിക്കാർക്കും വരാം, ആദിവാസിക്ക്, നായർക്ക്, നമ്പൂരിക്ക്, പിന്നെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അവിടെ വരാം. അങ്ങനെ ഈ അവിടെ വരികയും അവിടെ ഒരു ഗ്യാതറിങ്, ഒരു സോഷ്യൽ ഗ്യാതറിങ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു താളബോധം, ഐക്യബോധമൊക്കെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ പലതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുക. ഈ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ ഒക്കെ ആളുകൾ ഇങ്ങനെ ഭിന്നിച്ച് പോകുന്ന ഈ കാലഘട്ടത്തിലാണ് ആളുകളെ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്താൻ. അത് വായനയുടെ പേരിലുണ്ട്, കലയുടെ പേരിലുണ്ട്, എഴുത്തിൻ്റെ പേരിലുണ്ട്,
മറ്റ് സ്പോർട്സിൻ്റെ പേരിലുണ്ട്. ഇതിൻ്റെയൊക്കെ പേരിൽ ആളുകളെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായി ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഈ 46 ലൈബ്രറികളിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു 102 ലൈബ്രറിയിലേക്ക് എത്തി. ഇനിയും 5-6 ലൈബ്രറികളുടെ പണിപ്പുരപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ലൈബ്രറികൾ നാട് നിങ്ങളെ സ്ഥാപിക്കുക, അവിടെ ഇങ്ങനെ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാവുക. നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ വർഷം സുൽത്താൻ ബത്തേരി താലൂക്കിൽ ലൈബ്രറികൾ നടത്തിയ പൊതുപരിപാടികളുടെ എണ്ണം 734 എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൽ 734 ഒരു ദിവസം 2 പൊതുപരിപാടി ചേർന്നു. അതിൽ 15 ആൾ പങ്കെടുക്കുന്ന പുസ്തക ചർച്ചയുണ്ട്, 50 ആൾ പങ്കെടുക്കുന്ന മെഡിക്കൽ ക്യാമ്പുണ്ട്, 1500, 2000, 3500, 4000 ആളുകൾ പങ്കെടുക്കുന്ന വലിയ വാർഷികാഘോഷവും ഓണാഘോഷങ്ങളുണ്ട്. അപ്പം അങ്ങനെ നിരന്തര പൊതുപരിപാടികളുണ്ടാകും. അപ്പോൾ ആ പൊതുപരിപാടികളുടെ സംഘാടനത്തിലും പങ്കാളിത്തം എല്ലാവരും വരികയാണ്. ഈ പറയുന്ന ആളുകൾ, നാട്ടിലെ ആളുകൾ മുഴുവൻ വരികയാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഈ ഓണാഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ എല്ലാവരും കൂടി ചേർന്ന് ഓണസദ്യ ഉണ്ടാക്കും. അവരെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണസദ്യ ഞാൻ 3-4 സ്ഥലങ്ങളിൽ കണ്ടത്, ആ ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായി ആ ഗ്രാമത്തിൽ അന്ന് ആ ലൈബ്രറിയുടെ പ്രവർത്തന പരിധിയിൽ ഒരാളും ഭക്ഷണം വയ്ക്കും. ഏറ്റവും വലിയ പണക്കാരനാണെങ്കിലും ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും അവരൊക്കെ അവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പാട്ട് പാടി ഗാനമേള വെച്ച് പോകുമ്പോൾ അത് ഒരു വലിയ, അവിടെ എങ്ങനെയാണ് മതവൈരം അവിടെ എങ്ങനെയാണ് ജാതി പ്രശ്നം ഉണ്ടാവുക, അവിടെ എങ്ങനെയാണ് മറ്റ് വേർതിരിവുണ്ടാവുക, അവിടെ ഒരു മധുവിനെയും തല്ലിക്കൊന്ന് കൊല്ലില്ല, അവിടെ ഒരാളുടെയും ഒരു അനാശാസ്യ പ്രവർത്തനങ്ങൾ നാട്ടുകാരെ കൂട്ടുവെക്കില്ല. ആ രൂപത്തിൽ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ കഴിയും. അതുകൂടാതെ വായനയുടെ ലോകത്തിലേക്ക് കുട്ടികൾ കൊണ്ടുവരുമ്പോൾ അവരുണ്ടാകുന്നൊരു മാറ്റം വളരെ അത്ഭുതകരമാണ്. അത്ഭുതം പറഞ്ഞാൽ അത്യത്ഭുതമാണ്. അപ്പോൾ ആ ലഹരിയിലേക്ക്, വായനയുടെ ലഹരിയിലേക്ക് കുട്ടികൾ വന്നപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മളിപ്പോൾ ഒരു മാധവി കുട്ടിയുടെ നെയ്പായസം വായിക്കാൻ കൊടുക്കും. നെയ്പായസം വായിക്കുന്നൊരു കുട്ടി ഇപ്പോൾ സ്വന്തം അമ്മേനെ ഒരിക്കലും തള്ളി പറയില്ല. അമ്മേൻ്റെ വില എന്താണ് ആ കുട്ടിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ വായിക്കുന്നു. പാവങ്ങൾ വായിക്കുമ്പോൾ ജിൻവാൽജിനെ, യാങ്വാൽനാഗിനെ പിടിച്ചുകൊണ്ടുപോയി ഈ ബിഷപ്പിൻ്റെ അടുത്തുനിന്ന് പോലീസുകാർ പിടിച്ചു കൊണ്ടുവന്നൊക്കെ. എന്തിനാ കൊണ്ടുവന്ന് വെച്ചാൽ ഇയാൾ ഈ സ്വന്തം പെങ്ങന്മാർ പട്ടിണി കിടന്നിട്ടപ്പോൾ അവർക്ക് വേണ്ടി ബ്രെഡ് മോഷ്ടിച്ചതിനാ പോലീസുകാർ പിടിച്ചു കൊണ്ടുവന്നിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നിട്ട് ചോദിക്കും, ഇവനെ അറിയുമെന്ന്. അപ്പോൾ ബിഷപ്പ് പറയുന്നൊരു മറുപടി ഉണ്ട്, അറിയും. ആരാണ്? ഇവൻ എൻ്റെ സഹോദരനാണ്. അപ്പോൾ എന്നിട്ട് ഈ വിളക്കുകാലം അത് ഞാൻ അവന് സമ്മാനമായിട്ട് കൊടുത്താൽ ഒരു കാര്യം കൂടി പറയും, ഞാൻ ആ വെള്ളിപ്പാത്രം കൂടി നിനക്ക് തന്നിരുന്നല്ലോ, എന്താ എടുക്കാൻ, കട്ടുകൊണ്ടുപോയത് നന്നായിട്ട് അറിയാം. ഇത് വായിക്കുന്ന ഒരാൾക്ക് മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഒരു പ്രശ്നം. അതിപ്പോൾ ഞാൻ പറയുന്നത് ഈ നെയ്പായസാണെങ്കിലും പാവങ്ങളാണെങ്കിലും ഈ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞൊരു ടി പത്മനാഭൻ്റെ കഥയുണ്ട്. അതിലും അങ്ങനെ തന്നെയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ചങ്ങായി എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ്. അതുകൊണ്ട് അവസാനത്തെ ദിവസം എല്ലാ പണമൊക്കെ ചെലവഴിച്ച് ഈ ബാക്കിയുള്ള പണത്തിന് ഒരു സിനിമയ്ക്ക് കയറാണ് ഉച്ച കഴിഞ്ഞ്. അവിടെ ഒരു പെൺകുട്ടി അയാളുടെ അടുത്ത് വന്നിരുന്ന് അയാളോട് സംസാരിച്ച്, ചെറിയ പെൺകുട്ടി, അയാളുടെ അച്ഛൻ അയാളുടെ കാര്യം ഇയാളുമായിട്ട് കമ്പനിയായി, ചെറിയ പെൺകുട്ടിയാണ്, 4 വയസ്സ് 5 വയസ്സുള്ള പെൺകുട്ടി. അവസാനം അവൾ പറയും, അടുത്ത ആഴ്ച ഈ നേരത്ത് അങ്ങളെ ഇവിടെ വരണോ, ഒരു ജീവിക്കാൻ അങ്ങനെ പ്രേരിപ്പിക്കുക. ഈ കഥ വായിക്കുന്ന ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും. അങ്ങനെ എല്ലാ വശങ്ങളിലും മാനവികത ഉണ്ടാവും. മനുഷ്യരിൽ, കുട്ടികളുണ്ടാവും, മനുഷ്യരിലുണ്ട്. നല്ല വായനക്കാരന് എപ്പോഴും ഒരു മാനവികതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായനയുള്ള ഒരു സമൂഹത്തെ കൂടി വാർത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ലൈബ്രറി കൗൺസിൽ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എൻ്റെ വീടിനടുത്തൊരു ലൈബ്രറി തുടങ്ങി, തൊട്ടപ്പുറത്തൊക്കെ ലൈബ്രറി. ഇവിടെ എൻ്റെ വീടിനോട് ചേർന്ന് ഞാനിപ്പോൾ ഒരു പൊതു ലൈബ്രറിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 2000-ഓളം പുസ്തകങ്ങൾ സ്വന്തം തന്നെ ശേഖരിച്ച് പണം കൊടുത്ത് വാങ്ങിയതും, ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്ന രീതിയാണ് ഞാൻ പണ്ട് പോലെ സ്വീകരിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു വായനശാല ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. കുട്ടികൾ വരുന്നുണ്ട്, അവർ തന്നെ പുസ്തകം എടുക്കുന്നുണ്ട്, അവർ തന്നെ എഴുതി വെക്കുന്നുണ്ട്, അവർ തന്നെ കൊണ്ടുകൊണ്ട് അവർ തന്നെ തിരിച്ചു വെക്കും. ഇതൊരു ഞായറാഴ്ചകൾ വരും, അവരെടുക്കും, അവർ പോകും. കുറേ കുട്ടികൾ വരും. കുട്ടികളുടെ പുസ്തകങ്ങളാണ് കൂടുതൽ. അതുകൂടാതെ റെയർ പുസ്തകങ്ങൾ, ചില എൻ്റെ ഒരു അധ്യാപകൻ, എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ മരണപ്പെടുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ചെന്ന് പോയപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള റെയറായ പുസ്തകങ്ങൾ വളരെ വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ദസ് ക്യാപിറ്റലിൻ്റെ റഷ്യയിൽ പ്രിൻ്റ് ചെയ്ത ഒറിജിനൽ കോപ്പി എൻ്റെ ഒറിജിനൽ കോപ്പി. അപ്പോൾ അതുപോലെയുള്ള ചില പുസ്തകങ്ങൾ, അപ്പോൾ ആ പുസ്തകങ്ങൾ അവർ ഏൽപ്പിച്ചിരിക്കുന്നു. അതെല്ലാം വളരെ ഇപ്പോൾ ഭംഗിയോടെ ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ ഇപ്പോൾ വീടിനോട് ചേർന്ന് ഒരു ഷെഡ് ഉണ്ടാക്കി അവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് ഈ ആളുകൾ, കുട്ടികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സംഭാവന സൊസൈറ്റിക്ക്, സമൂഹത്തിന് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെ കൂടെയുള്ള ആളെ നിങ്ങൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. സത്താർ നെന്മേനിയുടെ പ്രിയ പത്നിയാണ്. അപ്പം പാചകത്തിലൊക്കെ ആള് സൂപ്പറാന്ന് പറയുന്നത് കേട്ടോ. എന്താ സ്ഥിതി? കുഴപ്പമില്ല, ചെയ്യാറുണ്ട്. പിന്നെ ഈ അടുത്ത് ഞാനൊരു മത്സരത്തിന് പങ്കെടുത്തിരുന്നു. നെസ്റ്റോ പാചക റാണി മത്സരം കൽപ്പറ്റ നെസ്റ്റോയിൽ വെച്ചിട്ടായിരുന്നു.
60 ആളുണ്ടായിരുന്നു, പങ്കെടുത്തിരുന്നു. അന്ന് അതില് എനിക്ക് 4ാം സ്ഥാനമുണ്ട്. 4ാം സ്ഥാനം വന്നു വയനാട്ടിൽ 60 പേരിൽ. അപ്പം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കണ്ടമാനം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കുമോ? എന്തെങ്കിലും സ്പെഷ്യൽ കാണുകയാണെങ്കിൽ അത് ഉണ്ടാക്കും. അത് ഇവർക്കൊക്കെ കൊടുക്കും. എല്ലാവർക്കും അപ്പൊ പരീക്ഷണ വസ്തു അവരാണ്. അതെ. വീട്ടില് എല്ലാരും സപ്പോർട്ട് ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, മോശമാണെങ്കിൽ പറയാം അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. എന്റെ ചെറിയൊരു മോനുണ്ട്, നന്നായിട്ട് ക്യാച്ച് ചെയ്യും. എന്താണെങ്കിലും ഫുഡ് കഴിക്കുമ്പോ എന്താ കുറവ് എന്താ കൂടുതലുള്ളതൊക്കെ പറഞ്ഞു തരും. അങ്ങനെ എനിക്ക് മാറ്റം പറ്റുന്നുണ്ട്. അതുപോലെ പിന്നെ മക്കള് സ്കൂളിലേക്ക് പോയി അല്ലെങ്കിൽ കോളേജിലേക്ക് പോയി, സത്താർ സാറ് പുറത്ത് പോയി, എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുക? വായന, TV കാണല്, സീരിയൽ കാണല്, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താ സമയം കളയാൻ എന്ത് ചെയ്യും? സമയം കളയാനെന്ന് പറയാൻ ഞാൻ ഭയങ്കര സ്ലോ ആണ് ഒന്നാമത്. അതുകൊണ്ട് തന്നെ എൻ്റെ പണിയൊക്കെ തീർന്ന് അകത്ത് വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും TV വാർത്തയോ അല്ലെങ്കിൽ സീരിയലോ അങ്ങനെ എന്തെങ്കിലും കാണോ, അല്ലെങ്കിൽ ബുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എടുത്ത് വായിക്കും. പിന്നെ സീരിയലിന് അഡിക്റ്റ് അങ്ങനെയൊന്നും അല്ലല്ലോ? ഇല്ല. അതൊക്കെ നമ്മളെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക, അത്ര മാത്രമേ ഉള്ളൂ. വായന ഇഷ്ടമാണ്. വായന ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഇക്കാനെ പോലെ അങ്ങനെ ഗ്രഹിച്ച് വായിക്കുന്ന ഒരാളല്ല. എപ്പോഴെങ്കിലും ഒന്ന് ബുക്ക് എടുത്ത് തുറന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ബുക്കുകളാണെങ്കിൽ അതിരുന്ന് വായിക്കും. എവിടെയാണ് വീട്? സ്വന്തം വീട് കമ്പളക്കാട്, വയനാട്ടിൽ തന്നെയാണ്. കമ്പളക്കാട്. എത്ര സഹോദരന്മാരൊക്കെ ഉള്ളത്? വീട്ടില് ഞങ്ങള് 4 മക്കള്, വാപ്പ ഉമ്മ. വാപ്പ മരിച്ചു, ഉമ്മയുണ്ട്. പിന്നെ 4 ആള്, ഒരനിയത്തി, 2 ജ്യേഷ്ഠന്മാര്. പഠനം SLC ലൂർദ് മത ഹൈസ്കൂൾ, പള്ളിക്കുന്ന് ലൂർദ്, കൽപ്പറ്റ കോളേജില് പഠിച്ചത്. കോളേജ് വരെ നമ്മളെ ഈ +2 വരെ പഠിച്ചുള്ളൂ. എങ്ങനെയാണ് സത്താർ ബായിലേക്ക് എത്തുന്നത്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുന്നേക്കെ? ഇല്ല, അറേഞ്ച്ഡ് തന്നെയാണ്. അറേഞ്ച്ഡ് ആണ്, 100% അറേഞ്ച്. കസിൻ മുഖാന്തരാണ് വന്നത്. പക്ഷെ നമ്മള് അവിടെ അങ്ങനെ ഒരു എന്താ പറയാ, വീട്ടിലിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരാള് വരുന്നുണ്ട് കാണാനെന്നൊക്കെ, അങ്ങനെ പറഞ്ഞ ഇതിലേക്ക് അങ്ങനെ അല്ലാതെ ആദ്യമായിട്ട് ഒരു വട്ടം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം പെണ്ണ് കാണാൻ വന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാ കാണുന്നത്. ഫോണൊന്നുമില്ലല്ലോ അല്ലേ? ഫോൺ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. കത്തൊക്കെ അയച്ചിരുന്നോ? ഒന്നുമില്ല, ആകെ 1 മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണ് കണ്ടിട്ട് 1 മാസത്തെ ഗ്യാപ്പിൽ കല്യാണം കഴിച്ചു. ഫെബ്രുവരി 14 നമ്മളെ വാലന്റൈൻസ് ഡേന്റെ അന്നാണ് പെണ്ണ് കാണാൻ വന്നത്. അതുകൊണ്ട് ആ കാര്യം മറക്കാറില്ല. കാരണം എല്ലാ വാലന്റൈൻസ് ഡേക്കും ഞങ്ങൾ അത് ഓർക്കാറുണ്ട്. എനിക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റും വാങ്ങി തന്നു. എന്തായിട്ട് പിന്നെ മാർച്ച് 26 കല്യാണമായി, ഫെബ്രുവരി മാർച്ച്. അതുകൊണ്ട് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രേമിക്കാനൊന്നും സമയം കിട്ടിയില്ല. പരസ്പരം കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രേമിക്കാൻ തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കാൻ തുടങ്ങി. ആ പ്രേമം ഇനി നമ്മൾ കാണുന്നത് വരെ നമ്മൾ മൺമറിഞ്ഞു പോയാലും ആ പ്രേമത്തിന്റെ എന്താ പറയുക, അത് കൂടുതൽ ഏറ്റവും നന്നായിട്ട് പോവട്ടെ. അതുപോലെ മക്കളുടെ പഠനം നന്നായിട്ട് പോകട്ടെ, അവരുടെ ഭാവി കാര്യങ്ങൾ നന്നായി പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എഴുത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 100-300ഓളം കവിതകൾ ഇപ്പോൾ മലയാളത്തിലെ പിന്നെ ഒരുപാട് ആനുകാലികങ്ങളിൽ എൻ്റെ കവിത അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മാധ്യമം വീക്കിലി ഉൾപ്പെടെയുള്ള വാരികളിൽ കവിത വന്നിട്ടുണ്ട്. നിരവധിയായ ആനുകാലികങ്ങൾ വരുന്നുണ്ട്. ഏതാണ്ട് 11ഓളം പുസ്തകങ്ങളിൽ കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരോടൊപ്പം എൻ്റെ കവിത അച്ചടിച്ച് വന്നിട്ടുണ്ട്. സ്വന്തമായ കവിതാ സമാഹാരവും ഇപ്പോൾ ഇറങ്ങുകയാണ്. ഈ എഴുത്തിൻ്റെ ലേഖനങ്ങളും കവിതയാണ് കാര്യമായിട്ട് എഴുതിയിട്ടുള്ളത്. ലേഖനങ്ങൾ നിരവധി ആനുകാലികങ്ങളിലും കലാകൗമുദി ഉൾപ്പെടെയുള്ള വാരികകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതയ്ക്ക് 2023 തൃശ്ശൂർ കൈരളി സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ അക്ഷരവേദി കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഴുത്ത് എന്ന് പറയുന്ന ഈ യാത്രക്കിടയിൽ കാണുന്ന ചില കാഴ്ച എഴുത്തിന് കാരണമാവും. ചിലപ്പോൾ ചില ഓർമ്മയായിരിക്കും, അതൊരു കവിതയ്ക്ക് കാരണമാവും. ചിലപ്പോൾ ഒരു സംഭവമാവും, ചിലപ്പോൾ ഒരു വാർത്തയാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അതിന് കാരണമാവുകയും അതിന് നമ്മളെ ഭാവന കൂടി ചേർത്ത് എഴുതുമ്പോഴാണ് ഒരു കവിതയാവട്ടെ, നോവലാവട്ടെ, അല്ലെങ്കിൽ കഥയാവട്ടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് എഴുത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കവിതകളിൽ വിഷയമായിട്ടുള്ളതൊക്കെ പ്രധാനമായിട്ടും ഈ സമൂഹത്തെ ബാധിക്കുന്ന സാമൂഹിക വിഷയങ്ങളാണ്. ഇപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന മരണവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ കവിത വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും കുറേ ആളുകൾ
അത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ഒരുപാട് വിഷയങ്ങൾ, മധുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ട കവിത നിരവധിയായി ചർച്ച ചെയ്യപ്പെട്ടു. ഇത്തരത്തിൽ ഈ അവാർഡ് കിട്ടിയിട്ടുള്ള കവിത എന്ന് പറയുന്നത് ഞാൻ പിന്നെ അർത്ഥമറിയാത്ത മുദ്രാവാക്യങ്ങൾ എന്ന കവിതയ്ക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ എത്രയോ, അതായത് 260ഓളം കവിതകളിൽ നിന്നാണ് ആ കവിത അവാർഡിന് തിരഞ്ഞെടുത്തത്. 5 വിഭാഗങ്ങൾക്കാണ് അവാർഡ് നൽകിയത്. അതിൽ ഈ കവിതാ വിഭാഗത്തിൽ 5 വിഭാഗങ്ങൾക്ക്, അതിൽ ഈ വിഭാഗത്തിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടായ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സാമൂഹിക വിഷയം, അത് ഒരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു TV-യിൽ വാർത്ത അങ്ങനെ പോകുന്നുണ്ട്. ആ വാർത്ത ഇതാണ്: ഈ ഒരു കുട്ടി, നമ്മളൊരു പയ്യൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ തോൾ കയറുന്ന ഇങ്ങനെ മുദ്രാവാക്യം, ഒരു 5 വയസ്സുള്ള കുട്ടി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക. ആ മുദ്രാവാക്യം 100 കണക്കിന് ചെറുപ്പക്കാർ ആവശ്യത്തോടെ ഏറ്റുവിളിക്കുക. ആ മുദ്രാവാക്യം ഒരുപക്ഷെ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതാണ്, മതവൈരത്തിൻ്റെയാണ്. അപ്പോൾ അതുണ്ടാക്കിയ മുറിവിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. ആ കവിതയ്ക്കാണ് ഈ അക്ഷരവേദിയുടെ കൈരളിയുടെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ചില എഴുത്തിൻ്റെ വഴിയിൽ ചില സമ്മാനങ്ങളും നിരവധിയായ കവിതയ്ക്കും ലേഖനത്തിനും ലഭ്യമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാന തലത്തിൽ സദ്ഭാവന അവാർഡ്, അത് 1990-ലാണ്. ഞാനതിൻ്റെ പേപ്പർ കട്ടിങ്ങും ഒക്കെ എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലുള്ള ഒരു സമ്മാനമായതുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ സമ്മാനം വാങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായി അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ എഴുത്തിൻ്റെ മേഖലയിൽ നേരത്തെ സജീവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം വിരമിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ എഴുത്തും വായനയ്ക്കായി ഒരു ഇടങ്ങളിൽ പിന്നെ ഒതുങ്ങിക്കൂടണമെന്നുള്ള ചിന്തയാണ് ഇപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ അധ്യാപന രംഗത്ത് ഞാൻ കുറേ കാലം ജോലി ചെയ്തിരുന്നു. ഇന്ന് കോഴിക്കോട് JDTയിൽ ഞാൻ കുറേ വർഷം അവിടെ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം മീനങ്ങാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ 3-4 വർഷം ജോലി ചെയ്തിരുന്നു ഗസ്റ്റ് അധ്യാപകനായി. അതിനുശേഷം സുൽത്താൻ ബത്തേരി VHSEയിൽ ഗസ്റ്റ് അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. ഈ അധ്യാപനത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചില സാറേ എന്ന് വിളിച്ചുകൊണ്ട് ചിലക്ക്, ഇപ്പോൾ അടുത്ത് ബത്തേരിയിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് നടക്കുമ്പോൾ ഞാനും കുടുംബമൊക്കെ ആയിട്ട്, ഞാൻ എൻ്റെ സംഘാടക സമിതിയുടെ കൺവീനറായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നടന്നുമ്പോൾ ഒരു നല്ല എയർഫോഴ്സിലെ ഒരു നല്ല ഉദ്യോഗസ്ഥൻ എനിക്ക് മനസ്സിലായിരുന്നു. ഞാനും കുടുംബം ഒന്നിച്ച് പോകുമ്പോഴാണ് പുറകിൽ നിന്ന് സാറേ എന്ന് വിളിച്ച് എന്നെ പഠിപ്പിച്ചാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി വന്നത്. ഭയങ്കര സന്തോഷം. അവൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അധ്യാപക പിന്നെ ജോലിയുടെ ഒരു മഹത്വം അതാണ്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ ആരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച കുട്ടികൾ ഈ നല്ല നിലയിലെത്തുമ്പോൾ അവർ മറക്കാതെ വന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അധ്യാപനം. ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടുകൂടിയാണ് അധ്യാപന രംഗത്ത് നിർത്തിയത്. നേരത്തെ പിന്നെ മറ്റ് ജോലികൾക്ക്, സർക്കാർ ജോലികളിൽ അഡ്വൈസൊക്കെ കിട്ടിയിരുന്നെങ്കിലും സർക്കാർ ജോലിയിലുള്ള ഒരു വിരക്തി ഉണ്ട്. പിന്നെ സ്വന്തമായി ഒരു പിന്നെ ചെറുകിട വ്യവസായ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലിയേക്കാൾ മെച്ചം, നല്ലത്, നമുക്ക് നമ്മുടെ കാലിബർ നമുക്കുണ്ടെങ്കിൽ നല്ലത് തീർച്ചയായിട്ടും നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിട്ടേൺസും ഇൻകവും എല്ലാം കിട്ടുന്നതും ഫ്രീഡവും കിട്ടുന്നത് ഈ പിന്നെ നമ്മുടേതായ ഓൺ പിന്നെ ഇൻഡസ്ട്രിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുകിട വ്യവസായത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സർക്കാർ ജോലി കിട്ടിയ അഡ്വൈസ്, ഈ LDCയും LGS ഉൾപ്പെടെയുള്ള അഡ്വൈസ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഈ പൊതുരംഗത്ത് സജീവമായതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പഞ്ചായത്ത് അംഗമാവും പൊതുരംഗത്തൊക്കെ സജീവമായതിൻ്റെ ശേഷമാണ് അധ്യാപന ജോലിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അത് നിർത്തി വയ്ക്കുകയും ചെയ്തത്. ഈ ഉപജീവനത്തിലുള്ള മാർഗം ചെറുകിട വ്യവസായം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുകിട വ്യവസായം എന്ന് പറയുന്നത് ഈ ഇൻ്റർലോക്ക്, ഹോളോ ബ്രിക്സ്, അതുപോലെ കട്ടില, ജനൽ, റിങ്, പൈപ്പ്, അങ്ങനെ സിമൻറ്റ് ബേസ്ഡ് പ്രോഡക്ട്സ് മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ വയർ കട്ട് ബ്രിക്ക് ഉണ്ടാക്കുന്ന പിന്നെ ഒരു യൂണിറ്റ് ഉണ്ട്. ഈ 2 യൂണിറ്റുകളാണ്, ഒന്ന് കോളിയാടിയിലും ഒന്ന് അമ്മായിപ്പാലത്തുമാണ്. ഏതാണ്ട് 50ഓളം ജോലിക്കാർ അവരവിടെ സ്ഥിരമായി ജോലി ചെയ്യുന്നു. അത് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികളുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഈ പൊതുപ്രവർത്തന തിരക്കിൽ അങ്ങോട്ട് കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. രാവിലെ ഞങ്ങളുടെ നടപ്പും എക്സസൈസും ഒക്കെ കഴിഞ്ഞാൽ, ഷട്ടിൽ കളിയൊക്കെ കഴിഞ്ഞാൽ, സ്പോർട്സൊക്കെ കഴിഞ്ഞാൽ അത് അല്പനേരം അവിടെ ശ്രദ്ധിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങളെ ഒരു ടീമുണ്ട്. ഗോപാലകൃഷ്ണനാണെങ്കിലും ബിജു ആണെങ്കിലും ശൈലേച്ചി ആണെങ്കിലും ഒക്കെ അവരത് ഭംഗിയായി ഏറ്റവും നന്നായി അവരുടെ കുടുംബം പോലെ നടത്തുകയാണ്. അതുപോലെ ഓണം വന്നാലും പെരുന്നാൾ വന്നാലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും, അവരത് സ്വന്തം സ്ഥാപനം പോലെ ഒരു തൊഴിലാളി മുതലാളി ബന്ധമൊന്നല്ല, അല്ല തൊഴിലുടമ ബന്ധമൊന്നല്ല അവിടെ ഉള്ളത്. അവിടെ എല്ലാവരും ചേർന്ന് ഉള്ള ഒരു യൂണിറ്റ് അവരെ സിൻസിയറായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പൊതുപ്രവർത്തനങ്ങൾക്ക് എനിക്ക് അതിനുള്ള ഒരു സമയം ലഭ്യമാകുന്നത്, കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നത്. യാത്രകൾ പോകാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യാത്രയും വായനയാണ്. ഈ 2 കാര്യങ്ങൾക്ക് സമയം ലഭിക്കുന്നത് ഇവർ ഇത്രയും നന്നായി എൻ്റെ ആ യൂണിറ്റ് നന്നായി നോക്കി നടത്തുന്നതുകൊണ്ടാണ്. യാത്ര എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
ഞാൻ ഇന്ത്യയിലെ ഏതാണ്ട് മിക്കവാറും എല്ലാ ഞാൻ പറഞ്ഞല്ലോ പഠനകാലത്ത് 29 ദിവസം ഭാരത് ദർശൻ എന്ന പരിപാടിയിൽ സൗജന്യമായി തിരഞ്ഞെടുക്കപ്പെട്ട യാത്ര പോയിട്ടുണ്ട്. അതുകൂടാതെ കുടുംബം ഉദ്ദേശിച്ച് നിരവധിയായ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ ഏതാണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പഹൽഗാമിലിപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങളവിടെ പോയിരുന്നു. അവിടുത്തെ ഇതുണ്ടല്ലോ സ്നോ റെയിൻ, അത് കാണാൻ വേണ്ടി ആ സമയത്ത് തന്നെ പോയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ഏതാണ്ട് ഒക്കെ കണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളും മലേഷ്യ ആണെങ്കിലും തായ്ലൻഡ് ആണെങ്കിലും ചൈനയാണെങ്കിലും സിംഗപ്പൂരാണെങ്കിലും ഒക്കെ അത്തരം രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റംബറിൽ ഞങ്ങളിപ്പോൾ യൂറോപ്പിലേക്ക് യാത്ര പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞങ്ങളിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ 11 രാജ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ 2-3 മാസത്തിനുള്ളിൽ പോകാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. യാത്രയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വായനയേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ കിട്ടും യാത്രകൾ. കാരണം പല തരത്തിലുള്ള സംസ്കാരമുള്ള ആളുകൾ, പല വേഷം, പല ജാതി, പല പെരുമാറ്റം, പല ഇടപെടൽ, ആളുകളുടെ പല കോലത്തിലാണ്. അതിൽ നിന്ന് നമുക്ക് കുറേ അറിവുകൾ കിട്ടും. അവരുടെ വേഷത്തിന് ചില ഭാഷകൾ, പലതരം മനുഷ്യർ, വെളുത്തവർ, കറുത്തവർ, നീണ്ടവർ, ഉരുണ്ടവർ, അവരുടെ ആചാര രീതികൾ, ഭക്ഷണത്തോടുള്ള അവരുടെ രീതികൾ, ഭക്ഷണത്തിൻ്റെ വ്യത്യസ്തതകൾ, അവരുടെ കൾച്ചർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ കിട്ടും, മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥം. ഞാനിപ്പോൾ താമസിക്കുന്നത് ഞങ്ങളുടെ പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള ഈ സ്ഥലത്താണ് ഞാൻ വീട് വെച്ചിട്ടുള്ളത്. ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലെ നെന്മേനി പഞ്ചായത്തിൽ 3-ാം വാർഡിൽ അമ്മായിപ്പാലം എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ പിതാവ് ആലിക്കുട്ടി ഹാജിയാണ്, മരണപ്പെട്ടു പോയി. മാതാവ് മറിയം ഹജ്ജിമിയാണ്, ഒരു മരണപ്പെട്ടു. അവരുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വീട് വെച്ച് ഇവിടെ താമസിക്കുന്നത്. എൻ്റെ സഹോദരന്മാരും തൊട്ടടുത്തായി വീട് വെച്ച് ഇവിടെ തന്നെ താമസിക്കുകയാണ്. എൻ്റെ പിതാവ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വയനാട്ടിലേക്ക് കുടിയേറിയ ആളാണ്. അന്നത്തെ കാലത്ത് ഈ റോഡൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഈ നടവഴിയിലൂടെ കാളവണ്ടിയിൽ സാധനങ്ങൾ മൈസൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ എത്തിച്ച് കച്ചവടം ചെയ്തിരുന്ന കഥയൊക്കെ ബാപ്പ ഒരുപാട് പറയുമായിരുന്നു. അപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ തന്നെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായിരുന്നു എൻ്റെ പിതാവ് അലിക്കുട്ടി ഹാജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന അന്നൊക്കെ ഭൂമിക്കൊന്നും ഒരു വിലയുണ്ടായിരുന്നില്ല. ആവശ്യമുള്ളത്ര ഭൂമി ബാപ്പ പറയുന്നുണ്ട്, ആവശ്യമുള്ളത്ര ഭൂമി നമുക്ക് അതിര് തിരിച്ച് കുത്തിയെടുക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഭൂമി കച്ചവടമൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ വിലയൊക്കെ വലിയ മാറ്റമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാലത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളാണ്. 933 എൻ്റെ ബാപ്പ ഇവിടെ ജനിച്ച ആളാണ്. ഞങ്ങളൊക്കെയും ഇവിടെ ജനിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ പൈതൃകമായി കിട്ടിയ സ്ഥലത്തിലാണ് ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഞങ്ങളിപ്പോൾ വീട് വെച്ച്, ഞങ്ങളെല്ലാവരും എൻ്റെ സഹോദരന്മാരും ഞാനും ഒക്കെ വീട് വെച്ച് ഇപ്പോൾ ഇവിടെ താമസിക്കും. പൊതുരംഗത്ത് പ്രവർത്തനത്തിന് നേരത്തെ ചില അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് 2000 ഏറ്റവും പ്രധാനപ്പെട്ടത് 2008 വയനാട് ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ അവാർഡാണ്, ജില്ലാ വികസന സമിതിയുടെ അവാർഡാണ്. അത് അന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ആ നിലയ്ക്ക് ഉള്ള ഒരു അവാർഡാണ് അന്ന് കിട്ടിയത്. അന്ന് വയനാട് ജില്ലയിൽ 25 പഞ്ചായത്തുകളുണ്ട്. 25 പഞ്ചായത്തുകളിലായി ഏതാണ്ട് 1000-ത്തിലധികം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ആ മെമ്പർമാരിലാണ് അന്ന് വയനാട് ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കുള്ള അവാർഡ് അന്ന് ലഭിച്ചത്. വയനാട് ജില്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്നാണ് അന്ന് അവാർഡ് സ്വീകരിച്ചത്. അതിനുശേഷം ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സംസ്ഥാനതല സദ്ഭാവന അവാർഡ് ലഭിച്ചിട്ടുണ്ട്, അത് ലേഖനത്തിനാണ്. മറ്റൊന്ന് കൈരളി അക്ഷരവേദി കവിതാ പുരസ്കാരം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർത്ഥമറിയാത്ത മുദ്രാവാക്യങ്ങൾ എന്ന കവിതയ്ക്ക് കൈരളിയുടെ അക്ഷരവേദി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഷിത്തണ്ട് നടത്തിയ ഈ കവിതാ മത്സരത്തിൽ 2ാമത്തെ കവിതയ്ക്കുള്ള ആലപ്പുഴ മഷിത്തണ്ടിൻ്റെ കവിതാ മത്സരത്തിൽ 2ാമത്തെ മികച്ച കവിതയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ രൂപത്തിൽ നിരവധിയായ സമ്മാനങ്ങൾ എഴുത്തിന് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം പഠനകാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് ജയ്പൂരിൽ വെച്ച് നടന്ന ദേശീയോദ്ഗ്രഥന പരിപാടിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ സാധിക്കുകയും അവിടെ പ്രസംഗ മത്സരത്തിന് 3ാം സ്ഥാനം അന്ന് കരസ്ഥമാക്കുവാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. സത്താർ നെന്മേനിക്കൻ്റെ കുടുംബത്തിന് എല്ലാവരും പരിചയപ്പെട്ടു. ഞാനും ഇന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.